ഉള്ളൂ. പക്ഷെ ആ ജീവിതം നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചുണ്ടാക്കി തിന്ന് ഇങ്ങനെ കിടന്നുറങ്ങി ആ സമയം കളയരുത്. നമ്മൾ കഴിയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ യാത്ര ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. ഇനി അശംബരത്തെ തയ്യൽക്കാരി വാസന്തി കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒറ്റയ്ക്കൊരു യാത്ര പുറപ്പെട്ടു. നേപ്പാൾ ചൈന അതിർത്തിയിലെ എവറസ്റ്റ് ബേസ് ക്യാമ്പിലേക്ക്. അടുത്തോട് കരച്ചിൽ എനിക്ക് വന്നേ, കണ്ണൊന്നും ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായി. സന്തോഷം സങ്കടം എല്ലാം കൂടിയുള്ളൊരു ഇതായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു കുഴപ്പമില്ല, യു ആർ ദ സൂപ്പർ വുമൺ എന്നെല്ലാം പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച്. അപ്പം ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. കരച്ചിലാണോ അഥവാ ABCയിൽ പോകുന്നുണ്ടെങ്കിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് കൊണ്ട് എടുത്തൊരു ഫോട്ടോ എടുക്കണമെന്ന് ഇവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇവിടുന്ന് കൊണ്ടുപോയായിരുന്നു. ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ് പിടിച്ചു. അതൊക്കെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അനുഭവമാണ്. -16 ഡിഗ്രിയിൽ 5364 മീറ്റർ ഉയരം നടന്നു കയറി 9 ദിവസം കൊണ്ട്. ഇത് ഭയങ്കര റിസ്ക് ഉള്ള വഴിയാണ്. ഇടവഴി എന്ന് വെച്ചാൽ ഇത്രയും ഉണ്ടാവൂലും അതിങ്ങനെ എന്താ പറയുക, ഏന്തി വലിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ കയറിയത്. ഒരു 1.5 കയറ്റല്ലായിരുന്നു. ഓരോന്നല്ലോ 4 മാസം മുന്നേ നടക്കുമായിരുന്നു. തയ്യലിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന്റെ ഒരു പങ്ക് യാത്രകൾക്കായി മാറ്റിവെച്ചു. ആദ്യം പോയത് തായ്ലൻഡിലേക്ക്. ജീവിതം ഒന്നേ ഉള്ളൂ. പക്ഷെ ആ ജീവിതം നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചുണ്ടാക്കി തിന്ന് ഇങ്ങനെ കിടന്നുറങ്ങി ആ സമയം കളയരുത്. നമ്മൾ കഴിയുന്നത് നമ്മളെ കൊണ്ട്. അടുത്ത ലക്ഷ്യം ചൈന വൻമതിൽ. വാസന്തയുടെ വസന്ത